കള്ളാത്തുരുത്തി വളപ്പിൽച്ചിറ പഴവീട് പിയോ. ഞാൻ വർഷങ്ങളായിട്ട് കായലിലെയും തോടിലെയും ഉപ്പി പെറുക്കി കായലും തോടും ഒക്കെ വൃത്തിയാക്കുന്ന പണിയാണ് എനിക്കുള്ളത്. ഇപ്പൊ പല ആൾക്കാരും വന്നിട്ട് എന്നെ ഒരു മൈൻഡ് പോലും ചെയ്തിട്ടില്ല. ഇതിപ്പം പിന്നെ ഇവിടെ ഒരു സമൂഹത്തിന് ഉപകാരമായ കാര്യമല്ല. കാരണം കായലൊന്നും ഒറ്റ കുപ്പിയില്ല, കായലൊന്നും ഒറ്റ കുപ്പിയില്ല, എല്ലാം ക്ലീൻ ചെയ്യും. പരിസര മലിനീകരണം അല്ലേ? ഇതിപ്പോ എവിടം വരെ പോകും ഇങ്ങനെ ക്ലീൻ ആക്കാൻ? ഞാൻ പുന്നമഴ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ കായലിറങ്ങും. പുന്നമഴ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ കായലിറങ്ങി കാറ്റില്ലെങ്കിൽ കുറച്ചു നേരം നോക്കും, കാറ്റുണ്ടെങ്കിൽ ചെറ്റിങ് പോകും. എവിടം വരെ പോകും? കറക്റ്റ് ചെയ്ത് ഇങ്ങനെ വെള്ളം കോമളപുരം വരെയൊക്കെ പോകും. ഈ കുപ്പി വേസ്റ്റ് മാറ്റാൻ വേണ്ടി കായലിൽ നിന്ന് വേസ്റ്റ് വരെ പുന്നമട വരെയൊക്കെ പോകും. പുന്നമട അല്ല, പിന്നെ കോമളപുരം വരെയൊക്കെ പോകും. ഇത് ക്ലീൻ ചെയ്യാനാണ്. ഈ വെള്ളം സ്വന്തമാണ് അച്ഛൻ്റെ? വെള്ളം വാടകയ്ക്ക് എടുത്താണ് ഇത് ചെയ്യുന്നത്. അച്ഛന് ഇത് ആക്രിയുടെ ഒരു മേഖലയിലും പിന്നെ ഇത് കൊടുത്താൽ എന്തെങ്കിലും കിട്ടിയാൽ കിട്ടി. ഇപ്പം 200 രൂപ പോലും കിട്ടത്തില്ല, ഇത്ര കഷ്ടപ്പെട്ടിട്ട്. രണ്ടാമത്തത് ഇത് കൊണ്ട് കൊടുത്താൽ 200 രൂപ ചിലപ്പം കിട്ടും, ഇത്ര കഷ്ടപ്പെട്ടിട്ട്. അത് ഈ സമയമായി. ഇനി വീട്ടിൽ ചെല്ലുമ്പോ നല്ലൊരു സമയമാവും. എത്ര മണിക്ക് ഇറങ്ങുന്നേ? 4 മണിക്ക് എഴുന്നേൽക്കും. 6 മണിയാകുമ്പോൾ വീട്ടിൽ നിന്നാണ്. അവിടുന്ന് പതുക്കെ ഇങ്ങനെ തുഴഞ്ഞ് പതുക്കെ പോരും. ഇഞ്ചം വെള്ളമൊന്നും ഇല്ല. ഏതൊക്കെ ഭാഗത്തായിരിക്കും അച്ഛൻ എപ്പോഴും കാണുന്നത്? ഞാൻ സ്ഥിരം മുന്നോടെ കാണും. മുന്നോടെ ഇങ്ങനെ വെള്ളത്തിൽ കിടന്ന് എല്ലാം ക്ലീൻ ചെയ്യും. കായലിൽ കിടക്കുന്ന എല്ലാ കുപ്പി ഇതുപോലെ ക്ലീൻ ചെയ്ത് വെള്ളത്തിലാക്കും.